എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ ഇന്ന് നമ്മൾ വിഷു സ്പെഷ്യലായിട്ടുള്ള ഒരു രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ബീട്രൂട്ട് രസം. വളരെ ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു രസം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ധാരാളം ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സൂപ്പർ ഫുഡാണ് റൂട്ട് വെജിറ്റബിൾ ആയിട്ടുള്ള ഈ ബീട്രൂട്ട്. ഇതിൽ ധാരാളം നാച്ചുറൽ നൈട്രേറ്റ് അടങ്ങിയിട്ടുണ്ട്, ഫൈബർ അടങ്ങിയിട്ടുണ്ട്, ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രെയിൻ ഹെൽത്തിനെയും ഹാർട്ട് ഹെൽത്തിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ബീട്രൂട്ട് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ വിഷു സ്പെഷ്യലായിട്ടുള്ള രസം തയ്യാറാക്കുന്നത്. വെയിറ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്, അതുപോലെ തന്നെ ബ്ലഡ് ഉണ്ടാവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കൂടാതെ തന്നെ കൊളാജനൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ബീട്രൂട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ബീട്രൂട്ടിൻ്റെ സ്കിന്നൊന്ന് പീൽ ചെയ്തെടുക്കാം. അതിനുശേഷം ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു ബീട്രൂട്ട് വെച്ചിട്ടാണ് ഈ ഒരു ബീട്രൂട്ട് രസം തയ്യാറാക്കുന്നത്. അതിനകത്ത് ബീട്രൂട്ടിൻ്റെ സ്കിന്നൊക്കെ പീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനകത്ത് ബീട്രൂട്ടൊക്കെ ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് നമുക്കിനി കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ബീട്രൂട്ടിൻ്റെ കൂടെ ഞാനൊരു തക്കാളിയും കൂടി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. രസത്തിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നത് ഈ ഒരു വലുപ്പത്തിലുള്ള തക്കാളിയാണ്. നല്ല പഴുത്ത തക്കാളി വേണം ഇങ്ങനെ രസമൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് തക്കാളീനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ തക്കാളി ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എൻ്റെ ഈ തക്കാളിക്ക് നോക്കുമ്പോൾ അത്ര പുളിയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഈ രസത്തിലേക്ക് വേണ്ടിയിട്ട് അല്പം വാളംപുളിയും കൂടി പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ബീട്രൂട്ട് വേവിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ കല്ലുപ്പാണ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 കപ്പ് വെള്ളമാണ്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നവരെയാണ് വേവിച്ചെടുക്കേണ്ടത്. ബീട്രൂട്ട് വേകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള രസപ്പൊടി ഒന്ന് തയ്യാറാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് മുഴുവനോടെയുള്ള മല്ലിയാണ്. ഇത് 1 ടേബിൾ സ്പൂൺ ചേർക്കാം. പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ജീരകം. ഇതെല്ലാം നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയും അതുപോലെ തന്നെ ജീരകവും കുരുമുളകാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു 5 വെളുത്തുള്ളിയും കൂടി ചേർക്കാം. പിന്നെ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. എന്നിട്ട് നമുക്ക് നന്നായി ചതച്ചെടുക്കാം. അങ്ങനത്തെ രസത്തിലേക്കുള്ള മസാലയൊക്കെ ചതച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കായപ്പൊടി ചേർക്കുന്നുണ്ട്. അത് നമ്മൾ തിളയ്ക്കുന്ന സമയത്ത് മാത്രമാണ് ചേർക്കുന്നുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ബീട്രൂട്ടൊക്കെ വെന്തോ എന്നുള്ളത് നോക്കാം. 2 വിസിൽ കഴിഞ്ഞ ശേഷം ഒരു 10 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ബീട്രൂട്ടും തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് തണുത്ത ശേഷം ഒന്ന് അരച്ചെടുക്കാം. രസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അല്പം പുളി ആവശ്യമുണ്ട്. അപ്പോൾ തക്കാളിക്ക് നല്ല പുളി ഉണ്ടെങ്കിൽ ഈ ഒരു പുളി ചേർക്കേണ്ട ആവശ്യമില്ല. എൻ്റെ തക്കാളിക്ക് അത്ര പുളിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള വാളംപുളിയാണ് ചേർക്കുന്നത്. പുളി പെട്ടെന്ന് കുതിർന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ ബീട്രൂട്ടും അതുപോലെ തന്നെ തക്കാളിയൊക്കെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്കാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായി അരച്ചെടുക്കാം. തക്കാളിയുടെ സ്കിന്ന് വേണമെങ്കിൽ കളയാവുന്നതാണ്. ഞാനിപ്പോൾ സ്കിന്ന് കളയണമൊന്നുമില്ല. ഇനി നന്നായി അരച്ചെടുക്കുകയാണ്. അങ്ങനത്തെ നമ്മുടെ ബീട്രൂട്ടും തക്കാളിയൊക്കെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് അരഞ്ഞു കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിത് മൺചട്ടിയിലേക്ക് ചേർക്കാം. നമ്മളൊന്ന് രസം തയ്യാറാക്കുന്നത് മൺചട്ടിയിലാണ്. നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ബീട്രൂട്ടിൻ്റെ കൂട്ട് ചേർക്കാം. ബീട്രൂട്ട് മിക്സ് വേണമെങ്കിൽ നമുക്ക് അരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ അരിച്ചിട്ടൊന്നുമല്ല ചേർക്കുന്നത്, നന്നായി അരഞ്ഞുകൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. കാരണം രസം എപ്പോഴും നല്ല ലൂസായിട്ടാണല്ലോ വരുന്നത്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് മിക്സി കഴുകിയ വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യുക. ഇനി നമ്മളിതിലേക്ക് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളിയാണ് ചേർക്കുന്നത്. അതിന് ശേഷം വേണം ഉപ്പിൻ്റെ അളവ് വേണോ വേണ്ടേ എന്നുള്ളത് നോക്കിയ ശേഷം ചേർക്കാൻ. രസത്തിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്.
രസം തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്താ നമ്മുടെ രസമൊക്കെ നന്നായി വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മളിതിലേക്ക് കായം ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ നമുക്കിതിലേക്ക് ചേർക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് മല്ലിയില പൊടി അരിഞ്ഞാണ്. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ കായപ്പൊടിയും അതുപോലെ തന്നെ മല്ലിയിലയും ചേർത്ത ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് കടുക് താളിക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പും അതുപോലെ തന്നെ പുളിയൊക്കെ കറക്റ്റാണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് ഇതിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. കടുക് താളിക്കാൻ വേണ്ടി നമുക്ക് പാന് സ്റ്റൗവിൽ വയ്ക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ചൂടായ പാനിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കടുകാണ് ചേർക്കുന്നത്. അങ്ങനെ അത് കടുകൊക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കൊച്ചുള്ളിയാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 2 വറ്റൽമുളക് ചേർക്കാം. 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. വറ്റൽമുളകും കറിവേപ്പിലയും അതുപോലെ തന്നെ കൊച്ചുള്ളിയൊക്കെ നന്നായി ഒന്ന് മൂത്ത് വരുന്നവരെയാണ് നമുക്കത് വഴറ്റിയെടുക്കേണ്ടത്. അങ്ങനെയത് നമ്മൾ ചേർത്തിട്ടുള്ള കൊച്ചുള്ളിയൊക്കെ നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കടുക് താളിച്ചത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള രസത്തിലേക്ക് ചേർക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. അങ്ങനത്തെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് രസമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വിഷുവിന് ബീട്രൂട്ട് രസം ഉണ്ടാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു ബീട്രൂട്ട് രസം പുളിയും അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ മധുരവും അതുപോലെ കുരുമുളകിൻ്റെ എരിവും എല്ലാം അടങ്ങിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസമാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.